ദിലീപിൻ്റെ വളരെ ഗംഭീരമായൊരു പടം എന്ന് പറഞ്ഞ് ഭയങ്കര ഹൈപ്പ് കിട്ടിയൊരു പടം ദിലീപിന് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പോരാത്തതിന് മോഹൻലാൽ അഭിനയിക്കണ്. മോഹൻലാലും ദിലീപും കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാം ഇവിടെ ഗംഭീര, ജനങ്ങൾ മുഴുവൻ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തും എന്നുള്ളൊരു ധാരണ മാറ്റിയൊരു സിനിമയാണ് ആദ്യത്തെ ദിവസം തീപിടിക്കുന്ന കളക്ഷനാണ്. ആദ്യത്തെ ദിവസം ഗംഭീര, തിയേറ്ററിൽ മുഴുവൻ ഗംഭീര കളക്ഷനാണ്. അതുപോലെ തന്നെ സകല സിനിമകളും അന്നത്തെ കഴിഞ്ഞ വ്യാഴാഴ്ച റിലീസിന് മാറ്റിവെച്ചു. ദിലീപിൻ്റെ പടം വിജയിക്കട്ടെ, ദിലീപ് നല്ല രീതിയിൽ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പല പടങ്ങളും മാറ്റിവെച്ച് അതിലുള്ള സാഹചര്യം ഒരുക്കി. ഇപ്പം അതല്ല തമാശ, ഒരു പരാജയ പടത്തിൻ്റെ വിജയാഘോഷത്തെ നടക്കണം. അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താണ്, ഒരു പരാജയമാണ് പടം. 50-55 കോടി രൂപ ചെലവ് ചെയ്തുള്ള ഒരു സിനിമ, അതൊരു 10-30 കോടി രൂപ പോലും കളക്ട് ചെയ്തില്ല, ഗ്രോസ് കളക്ഷൻ വന്നില്ല. ഈ 55 കോടി രൂപ ഇറക്കിയുള്ള സിനിമ പ്രൊഡ്യൂസർക്ക് കാശ് മുടക്കിയ മുതൽ തിരിച്ച് കിട്ടണമെങ്കിൽ ഈ പടം ഒരു 90 കോടി രൂപയെങ്കിലും കളക്ഷൻ കിട്ടണം. എന്നാലാണ് അതിൻ്റെ ഗ്രോസ് കളക്ഷൻ കിട്ടിയാലാണ് അത് നെറ്റ് കളക്ഷനായി അതിൻ്റെ GST ഒക്കെ പോയിട്ട് പ്രൊഡ്യൂസറുടെ കയ്യിൽ ഒരു 10-40 ലക്ഷം രൂപ കയ്യിൽ കിട്ടുക. അപ്പോൾ പിന്നെ വല്ല നക്കാപ്പിച്ച കിട്ടണമെങ്കിൽ നമ്മുടെ OTTയോ സാറ്റലൈറ്റോ അന്യഭാഷകളോ ഒക്കെ കൊടുത്തിട്ട് അതും കിട്ടും. പക്ഷേ ഇവിടെ ഈ പടം എന്തുണ്ടായി, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ആഴ്ച വ്യാഴാഴ്ചയോട് കൂടി എല്ലാ തിയേറ്ററിൽ നിന്നും പടം വാനിഷാവുകയാണ്. വാനിഷാവാത്ത തിയേറ്ററിൽ എന്തുണ്ടാവണം, അത് ഒരു നോൺ ഷോ ആക്കി അതുപോലെ 2 ഷോ ആക്കി മാറ്റിയിരിക്കുന്നു. അതും കാണാൻ ആളില്ല. അങ്ങനെയുള്ള ഒരു പടത്തിൻ്റെ ഗംഭീര വിജയാഘോഷം. ഇതിൽ നിന്ന് നമ്മുടെ ദിലീപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു സിനിമ പിടിക്കുമ്പോൾ തിരക്കഥയില്ലാണ്ട് സിനിമ പിടിക്കരുത്. അതിലൊരു തിരക്കഥ വേണം, അതിൽ നല്ല സെൻറ്റിമെൻറ്റ്സ് വേണം, നല്ല പാട്ട് വേണം, നല്ല മ്യൂസിക് വേണം. എല്ലാം ഉണ്ടെങ്കിലാണ് നല്ല അഭിനയിക്കാനുള്ള മുഹൂർത്തങ്ങൾ വേണം. എന്നാൽ മാത്രമാണ് ഒരു സിനിമ വിജയിക്കുള്ളൂ. ഇതൊന്നുമില്ലാണ്ട് ഒരാളോടുള്ള ദേഷ്യം കാട്ടാൻ വേണ്ടി മാത്രം ഈ സിനിമ ചെയ്തു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഈ സിനിമ കണ്ടവരൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരു മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോകണു, എന്നിട്ട് പീഡിപ്പിക്കുന്നു. നമ്മുടെ ഒരു വലിയൊരു സാമ്യതയുണ്ട്. നമ്മളത് വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ദിലീപിനെ ഒരു കേസിൻ്റെ പേരിൽ പോലീസ് പിടിച്ചു, ഒരുപാട് പീഡിപ്പിച്ചു, ഒരുപാട് ചോദ്യം ചെയ്തു. അപ്പോൾ ആ ഒരു വൈരാഗ്യം കൂടി ദിലീപിൻ്റെ മനസ്സിൽ നിൽക്കുമ്പോൾ ദിലീപ് എന്തുണ്ടാവണം, ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അവഹേളിക്കുക, നാണം കെടുത്തുക. ഇങ്ങനെ ഒരു പോലീസ് നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തുണ്ടാവില്ല. ആ നിലയ്ക്കുള്ള നാണം കെടുത്തലാണ് മൂപ്പര് ചെയ്യുന്നത്. ഇതൊക്കെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടി സിനിമ ചെയ്യരുത്. ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ദിലീപ് സിനിമ ചെയ്യൂ. ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുക. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുന്ന യാതൊരു പ്രശ്നം ഞങ്ങൾക്കൊരു പ്രേക്ഷകർക്കൊരു പ്രശ്നമേ അല്ല. നിങ്ങളൊരു നല്ല നടനാണ്, നല്ലൊരു കോമഡിയനാണ്. നിങ്ങളുടെ സിനിമകൾ കണ്ട് ഞങ്ങൾ പൊട്ടി 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 ചിരിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നമുക്ക് അറിയേ വേണ്ട. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. നിങ്ങൾ സിനിമ ചെയ്യുമ്പോൾ ഒരാളോടുള്ള പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമൂഹത്തിനോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടുള്ള ദേഷ്യമോ തീർക്കാൻ വേണ്ടി മാത്രം സിനിമ ചെയ്യരുത്. പണ്ട് നമ്മുടെ MGR ചെയ്തിരുന്നു. എന്താണ്, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുക, പാവങ്ങളെ സഹായിക്കുക, പാവങ്ങളെ കെട്ടിപ്പിടിക്കുക. അങ്ങനെ അവിടുത്തെ മുഖ്യമന്ത്രിയായി എന്ന് വിചാരിച്ച് മനസ്സിലുള്ള ദേഷ്യം മുഴുവൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഫക്റ്റ് എടുത്ത് നിങ്ങളെ വിശ്വസിച്ച് കോടികൾ ഇറക്കിയുള്ള ഗോപാല സാർ ഇതൊക്കെ കാണുന്നില്ലേ? അദ്ദേഹത്തിനോടെങ്കിലും നിങ്ങൾക്കൊരു കടപ്പാട് വേണ്ടേ? സ്വന്തം പ്രൊഡക്ഷൻ അല്ലല്ലോ ഈ സിനിമ. അന്നെങ്കിലും നീ വിചാരിക്കാറുന്നു മിസ്റ്റർ ദിലീപ്. എന്നിട്ട് പരാജയ സിനിമയുടെ വിജയാഘോഷം കണ്ടപ്പോൾ നമുക്ക് ചെറിയ വരുന്നത്. കേരളത്തിലുള്ള തിയേറ്ററിൽ ആകെ ഇപ്പോൾ ദിലീപ് കയറി നിരങ്ങുക. കഴിഞ്ഞ ആഴ്ച തന്നെ നിരങ്ങി കഴിഞ്ഞു. ഈ ആഴ്ച ഇനി തിയേറ്ററിൽ ഉണ്ടാവില്ല, പടങ്ങളൊക്കെ മാറി. അതുകൊണ്ട് നിരങ്ങാനായിട്ട് സ്ഥലം ഉണ്ടാവില്ല. അത് മൂപ്പർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് വേഗം നിരക്കലൊക്കെ അവസാനിപ്പിച്ചു മൂപ്പര്. അപ്പോൾ ദിലീപിൻ്റെ കരിയറിൽ നമ്മൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കേസുണ്ടായതിന് ശേഷം, കേസുണ്ടായതിന് മുമ്പും 2019 മൂപ്പരെ പരാജയപ്പെട്ട സിനിമകളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. 2019 ശുഭരാത്രി എന്ന് പറഞ്ഞ പടം വന്നു, അത് പരാജയമായിരുന്നു.
2019 തന്നെ മൂപ്പർക്ക് ഒരു പടം കൂടി ഉണ്ടായിരുന്നു, ജാക്ക് ആൻഡ് ഡാനിയൽ. അതും പരാജയമായിരുന്നു. 2019 മൂന്നാമത്തെ ഫ്ലോപ്പ് മൈ സാൻഡോ എന്ന് പറഞ്ഞിട്ട് അത് ലോക പരാജയമായിരുന്നു. പിന്നെ 2021 കേശു ഈ വീടിൻ്റെ നാഥൻ, അത് നാദിർ ഷാ ഡയറക്റ്റ് ചെയ്തതാണ്. അത് തിയേറ്ററിലൊന്നും കിട്ടിയില്ല, കൊറോണ കാലം മറ്റേ കാലം എന്നൊക്കെ പറഞ്ഞിട്ട് അത് OTTയിൽ വന്നു. അതും ഒരു പരാജയപ്പെടായിരുന്നു. അതുപോലെ തന്നെ 2023 വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറഞ്ഞൊരു പടം വന്നു. അത് വലിയ തരക്കേടില്ലാണ്ട് പോയി, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കാണാനും നല്ല പടമായിരുന്നു. ഒരു ആവറേജ് ഹിറ്റായുള്ള ഒരു പടമാണത്, വോയിസ് ഓഫ് സത്യനാഥൻ. അതുപോലെ തന്നെ പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണൊരു പടമാണ് ബാന്ദ്ര. ഇങ്ങനൊരു ദുരന്തം ഇവിടെ ദിലീപിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് 2024 തങ്കമണി എന്ന് പറഞ്ഞൊരു പടം വന്നു. ഒന്നിനും കൊള്ളില്ല, ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്തൊരു പടം. പിന്നെ 2024 വന്ന വേറൊരു പടമാണ് ഈ പവി കെയർ ടേക്കർ. അത് 2024 25 വന്നതുണ്ട്, 25 തോന്നുന്നുണ്ട്. അത് ഒന്നിനും കൊള്ളില്ല, ഒരു കണ്ടൻറ്റും ഇല്ല, ഒന്നുമില്ലാത്ത ഒരു ചീഞ്ഞ പടം, ഒരു തീട്ടപ്പടം എന്നുകൊണ്ട് പറയാം. പിന്നെ 2024 തന്നെ വന്ന അടുത്തൊരു പടം പ്രിൻസ് ആൻഡ് ഫാമിലി. അത് ഹിറ്റായിരുന്നു, നല്ലൊരു പടമാണ്. അതിൻ്റെ കണ്ടൻറ്റും വെറൈറ്റി ആയിരുന്നു, സോഷ്യൽ മീഡിയനെ ചുറ്റി പറ്റിയുള്ള ഒരു കണ്ടൻറ്റായിരുന്നു. പടം നന്നായി പോയി. ഇപ്പോൾ വീണ്ടും പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണുകൊണ്ട് വീണ്ടും ദിലീപ്. ഇനിയൊരു ഇതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇനി ഗോപാല സാറ് എന്തായാലും പടം പിടിക്കാനായിട്ട് ദിലീപിനെ വെച്ച് പടം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഗോപാല സാറിനെ പോലുള്ള ഒരു ബാനർ പടം പിടിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതിൻ്റെ മാക്സിമം പരസ്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ കായംകുളം കൊച്ചിൻ്റെയൊക്കെ നമ്മൾ കണ്ടില്ലേ, എമ്മാതിരി പരസ്യം ചെയ്ത് പറഞ്ഞത്, അതേപോലെ പരസ്യം ചെയ്തൊരു പടം അത്. ഈ നമ്മുടെ ദിലീപിനോടും അതുപോലെ തന്നെ ഗോപാല സാറിനോടുള്ള ഒരു ഒറ്റ സ്നേഹത്തോണ്ടും മാത്രമാണ് കായംകുളം കൊച്ചുണ്ണിയിലും ഗസ്റ്റായിട്ട് വന്നത്. അതുപോലെ തന്നെ ഈ ബബ്ബയിലും മോഹൻലാൽ ഗസ്റ്റായിട്ട് വന്നത്. അതുകൊണ്ട് ഇനീഷ്യൽ കളക്ഷൻ നല്ലൊരു കളക്ഷൻ കിട്ടി. പിന്നെയാണല്ലോ ആൾക്കാർ അറിയണത് ഇതിൽ കഥയില്ല, ഒന്നുമില്ല, ഓരോരുത്തരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി സിനിമ പിടിച്ചാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തിവൈരാഗ്യം തീർക്കുന്ന സിനിമയിലല്ല. സിനിമ നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി സിനിമ ചെയ്യണം. നിങ്ങളുടെ വ്യക്തി ജീവിതം ഞങ്ങൾക്ക് അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രേക്ഷകർക്ക് വേണ്ടി ദിലീപ് സിനിമ ചെയ്താൽ ആ സിനിമ നന്നായാൽ നമ്മൾ തിയേറ്ററിൽ ചെല്ലും. അത് വ്യക്തി ജീവിതമായിട്ടോ കേസുമായിട്ടോ മറ്റുള്ള കാര്യങ്ങളായിട്ടോ ഒന്നും നിങ്ങൾ ബന്ധപ്പെടുത്തണ്ട. അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. നല്ല സിനിമ എവിടെയുണ്ടോ അവിടെ പ്രേക്ഷകരുണ്ട്. ആ അഭിനയിക്കുന്ന ഒരു നടൻ, അദ്ദേഹം എത്ര തെണ്ടിയായാലും കുഴപ്പമില്ല, ചെറ്റയായാലും കുഴപ്പമില്ല, നാരയായാലും കുഴപ്പമില്ല, 100 കേസിൽ പെട്ട ആളായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ഞങ്ങൾക്ക് സിനിമ നന്നായാൽ മതി. കൊടുത്ത കാശിന് നമുക്കൊന്നുമില്ലെങ്കിൽ ചിരിക്കണം, അല്ലെങ്കിൽ ചിന്തിക്കണം, അല്ലെങ്കിൽ ആനന്ദിക്കണം, ഇത്ര മാത്രം. അല്ലാണ്ട് തിയേറ്ററിൽ പോയിട്ട് നരങ്ങിയിട്ടൊന്നും പടത്തിന് ആൾ കയറില്ല മോനെ.